കുന്നമംഗലം എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇറങ്ങുമല്ലേ നമ്മള്? കുന്നമംഗലത്ത് ധാരാളം ആളുകൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മഞ്ചേരിയിൽ തുടങ്ങിയ യാത്രയാണ്. രാവിലെ 6:30 മഞ്ചേരിയിൽ തുടങ്ങിയ യാത്ര. നമ്മളിപ്പോ സമയം എത്രയായി? 4:30 ആകുമ്പോൾ ഞങ്ങൾ കുന്നമംഗലത്തെത്തി. ഇവരൊക്കെ കാത്തു നിൽക്കുകയായിരുന്നു ഇത്രയും സമയം. നമ്മളപ്പോൾ ലഹരിക്കെതിരായ ഒരു ബോധവൽക്കരണം ഇപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇനി എന്ന് ചെയ്യാനാ അല്ലേ? എന്നും രാവിലെ നിങ്ങളെ കാണണം. അപ്പൊ നേരിട്ട് കണ്ട അതൊരു ഷെയ്ക്കാൻ്റെ ഞാൻ ലഹരിയെ പറ്റി ചോദിക്കുമ്പോൾ ഷെയ്ക്കാതാ രാവിലെ വാർത്തുണ്ട്. അതുകൊണ്ട് എന്റെ ടീമാണ്. സ്മൃതി മാഡമുണ്ട്, നമ്മുടെ ഉണ്ണി സാറുണ്ട്. അകത്തുണ്ട്. ആൾ ഇത്രയും നേരം സംസാരിച്ച് ശബ്ദം ഒന്ന് പോയി. അരുൺ സാർ ഒന്ന് ശബ്ദം പോയി. ഇതോ എന്താ പേര്? വിപിൻ. കേട്ടു. അപ്പൊ ഇദ്ദേഹം ഷാനിഫ് തിരൂർ സ്ഥിരമായിട്ട് നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ഇപ്പോൾ കമന്റ് ബോക്സിലുള്ളവർക്കും അറിയാം, സ്ഥിരമായിട്ട് സന്ദേശം അയക്കുന്ന തിരൂരിന് ഇവിടേക്ക് വന്നതാണ്. ഇതിനിടയിൽ ഒരു ഫോട്ടോ ഒക്കെ അയച്ചത് എനിക്ക് കിട്ടി. ഞാൻ ഇവരെ എല്ലാവരെയും കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അതിനെന്താ എടുക്കാമല്ലോ, നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ലഹരിക്കെതിരായ സന്ദേശം കുന്നമംഗലത്തുകാരുടെ സന്ദേശം എന്താണെന്ന് പറയാം. നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുണ്ടാവല്ലോ. എന്താണ് നിങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥിതി? എന്താണ് ഈ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള പ്രശ്നം? ഞങ്ങളൊക്കെ ആശങ്കയിലാണ്, എല്ലാ രക്ഷിതാക്കളും ആശങ്കയിലാണ്. അതിനെതിരെ നിങ്ങൾ ഉയർത്തുന്ന ഈ പ്രതിരോധം ഉണ്ടല്ലോ, എന്തുകൊണ്ടും പ്രശംസനീയമാണ്, സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾ നാട്ടുകാർ നിങ്ങൾ എങ്ങനെയാണ് സംഘടിക്കുന്നത് ഈ കാര്യത്തിനെതിരെ? ഞങ്ങൾ ഏത് തരത്തിലാണ് സംഘടിക്കുന്നത് ഇതുവരെ ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഇനി വേണമെങ്കിൽ ചെയ്യാം. എല്ലാ നിലക്കും ഞങ്ങൾ നാട്ടുകാരെ കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നാട്ടുകാരായ കുറെ പേരുണ്ട്. ഒന്ന് ഷഫീഖ് താമരശ്ശേരിയാണ്. ഷഫീഖ് താമരശ്ശേരി, അതോടൊപ്പം നമ്മുടെ സിനോജ് ഉണ്ട്. സിനോജ് നാട്ടുകാർ, അതായത് നാട്ടുകാർക്കൊപ്പം നിന്ന് നയിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ്. എന്താണ് മടിച്ചു പുറകോട്ട് നിൽക്കുന്നത്? പറയണ്ടേ? സംസാരിക്കേണ്ട സമയമല്ലേ ഇപ്പോ? ലഹരിക്കെതിരെ എന്താണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക്? ഞങ്ങളതിനു വേണ്ടി പ്രത്യേകം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്. അതായത് നമ്മളെ സ്കൂളുകളിൽ നമ്മളെ നാടകം പോലെയുള്ള സംഭവങ്ങളൊക്കെ ലഹരിക്കെതിരെ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാർ ഇവിടെ നിന്ന്, അതായത് നമ്മുടെ പ്രദേശവാസികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള മയക്കുമരുന്നിനെ കുറിച്ചുള്ള വിവരം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ പറ്റുന്ന നിങ്ങളുടെ നാട്ടുകാരായ ഞങ്ങളുടെ പ്രതിനിധികളാണ് ഇവരെല്ലാവരും. വ്യാപാരി വ്യവസായി വനിതാ വിഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനോജ് തോമസ്, ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളാം. സിനോജ് തോമസ്, ഷഫീഖ് താമരശ്ശേരി, ദീപക് മലയമ്മ, AK അഭിലാഷ്, ഇവരൊക്കെ കോഴിക്കോട്ടുകാരായ നമ്മുടെ പ്രതിനിധികളാണ്. നിങ്ങൾക്കൊക്കെ ഇവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കൂടി പോകണ്ടേ നമ്മൾ? തീർച്ചയായും കുന്നമംഗലവും ഈ രാജ്യവും ഒക്കെ തന്നെ ലഹരി മുക്തമാവണം. ലഹരിക്കെതിരെയുള്ള ഈ റിപ്പോർട്ടർ ചാനലിലെ ശക്തമായുള്ള ക്യാമ്പയിന് ഈ കുന്നമംഗലത്തിന്റെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ നൽകുകയാണ്. അത് സൂപ്പർ, അതിനൊരു കൈയടി കൊടുക്കാം. ശരി, ഇനി അമ്മമാർക്ക് എന്താണ് പറയാനുള്ളത്? അതെ, വ്യാപാരി വ്യവസായി ടീമാണ് ഞങ്ങൾ. അതേപോലെ തന്നെയാണ് ഞങ്ങളും പറയുന്നത്. വനിതകളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കുന്നതാണ്. ഹാപ്പി വിമൻസ് ഡേ. വനിതാ ദിനത്തിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുവാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ കുന്നമംഗലം അങ്ങാടിയിലുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പറ്റുകയും ചെയ്യും. കുട്ടികളെ എല്ലാ കളികളൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഹരി വിരുദ്ധമായിട്ട് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? പഴയ കാലത്ത് നിന്ന് കുറേ കാലം വ്യത്യാസം മാറിയല്ലോ. എന്താ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ കാണുന്ന വെച്ചാൽ ഇപ്പോൾ രക്ഷിതാക്കൾ മക്കളെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ പല രംഗവും കാണുന്നുണ്ട് നമ്മളൊക്കെ. അത് നിയന്ത്രിക്കാൻ ഒരാളുമില്ല. പറഞ്ഞാൽ നമ്മളെ എങ്ങോട്ട് പഠിപ്പിക്കുക കുട്ടികൾ. അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ സ്റ്റാൻഡിൽ നിന്നാൽ ഇത്തരമുള്ള മക്കൾ, മുലകൂടിയ മാറാതെ മക്കളാണ് പല രംഗം കാണുന്നത്. ഇവിടെ ഈ സൈഡിൽ എൻ്റെ വീടിൻ്റെ ബാക്കിലാണ്. ഒക്കെ കണ്ട് കണ്ണീരൊഴുക്കി പോവുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഭാഷ രീതികളൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. സഭയിൽ തന്നെ ഇതേക്കുറിച്ചൊരു പരാമർശം വന്നിരുന്നതാണ്. നിശ്ചയമായി. പക്ഷെ നോക്കൂ, ഇപ്പം ഇവിടെ വരുമ്പോൾ കുന്നമംഗലത്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം വെച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വന്നിരിക്കുന്നു. അവർ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിൽ തന്നെയുള്ള കുട്ടികൾക്ക് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്നു. അവർ നാട്ടിലെ ഒരു എന്താ പറയുക, ഇപ്പം ഇവിടെ സംസാരിച്ച ആളിലൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ അവർ കാണുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ആ ശ്രദ്ധ ഒരു ജാഗ്രതയായിട്ട് വളർന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് എല്ലാവർക്കും, അതായത് ഒരു പുണ്യമാസത്തിലാണ് നമ്മൾ ഈ ഒരു പ്രവർത്തിക്കാൻ തുടക്കമിട്ടിരിക്കുന്നത്. സമൂഹത്തിന് മുഴുവൻ നന്മയുണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ അതിന് തുടക്കമിടുന്നത്. ഈ അടുത്ത തലമുറ എന്ന് പറയുന്നത് നമുക്കൊപ്പം നിൽക്കുന്ന ഇവരാണ്. എന്താ മോനെ പേര്? ആഗ്നി പാർട്ടി. ഏത് ക്ലാസ്സിലാണ്? 6th.
മോളുടെ പേരെന്താ? സ്കൂളിൽ പോയി തുടങ്ങിയോ? ഏത് ക്ലാസ്സിലാ? ഒന്നിലായി. അപ്പോ ഇവരുടെയൊക്കെ ഒരു അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്, ഏത് മുക്കിലും മൂലയിലും ആയാലും. അപ്പോൾ നമ്മളങ്ങ് തുടങ്ങുമല്ലേ? അതെ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാവും. ഞങ്ങൾക്ക് പലതും ചെയ്യാൻ. ശരിക്കും നമുക്കും മെനക്കേടല്ലേ? അതായത് യാത്ര ചെയ്യുന്നവരൊക്കെ ഇങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വേണമല്ലോ ഓടിക്കാൻ. വളരെ ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ പരിപൂർണ്ണ സഹകരണം റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ പരിപാടിക്ക് ഉണ്ടാവും. പോലീസുമായിട്ട് സഹകരിച്ച് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലടക്കം ഇപ്പോൾ രാസലഹരി നല്ലോണം കിട്ടുന്ന ഒരു അവസരമാണ്. അതപ്പോൾ പോലീസായിട്ട് സഹകരിച്ച് ഇവിടെയൊക്കെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളെയും കൂടി അതിൽ ഭാഗവാക്കായാൽ ഈ രാസലഹരിക്കെതിരെയുള്ള യുദ്ധത്തിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നാട്ടുകാരോടൊരു ചോദ്യം. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ? തീർച്ചയായും. നമുക്കിപ്പോൾ നമ്മൾ രാവിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ചു. അതിനുശേഷം ഓരോ പ്രദേശങ്ങളിൽ പിന്നിട്ടു. ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ കോഴിക്കോട് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കടന്നുപോയ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ നിലയ്ക്കുള്ള പിന്തുണയും സ്വീകാര്യത. എല്ലാവർക്കും ഇതൊരു വിപത്താണെന്ന് അറിയാം. ഇതിനെ തുടച്ചു നീക്കണമെന്നുള്ള താല്പര്യമുണ്ട്. തീർച്ചയായും. അപ്പോൾ സ്ത്രീകൾക്കാണ്, നമുക്ക് ഈ വനിതാ ദിനമാകുമ്പോഴേക്കും സ്ത്രീകൾക്കാണ് നമ്മൾ ശരിക്കും ഈ ഒരു ലഹരി മൂലമുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലേ? വീട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അല്ലേ? വന്നിട്ടുണ്ട്, നിങ്ങൾ അരീക്കോട് എത്തിയെന്ന് പറഞ്ഞപ്പോൾ എടവണ്ണപ്പാറന്ന് വന്നിട്ടുണ്ട് സാറേ. 11 വേണ്ടി. പേരെന്താ ചേച്ചി? ഞങ്ങള് യശോദ, എടവണ്ണപ്പാറ, വാഴക്കാടാണ്. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയതാണ്. അതേപോലെ നമ്മൾ നരേന്ദ്രമോദി സാറിനോട് ഇതിനുള്ള നയങ്ങൾ എടുക്കാൻ പറയണം. കാരണം മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം മക്കൾ ഏത് രീതിയിലാണ് വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നത് അറിയില്ല. വാതിൽ തുറന്നു കൊടുക്കാൻ പേടി, ഓലെ കൂടെ സംസാരിച്ചിരിക്കാൻ പേടി, ഓൾക്ക് ഭക്ഷണം കൊടുക്കാൻ പേടി. എങ്ങനെയാണ് വരുന്നത് നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് കിടക്കാനപ്പോൾ ധൈര്യവും. കാരണം ഏത് രീതിയിലാണ് മക്കൾ വരിക അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം നിങ്ങളൊക്കെ കാണണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. നമ്മളെ വീടിൻ്റെ അടുത്ത് അതേപോലെ നമ്മളെ വീട് നാടൊക്കെ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത്. പണ്ടൊക്കെ കള്ളുപിടിച്ചാൽ കിടന്നുറങ്ങിയാൽ തീരായിരുന്നു. ഇന്ന് എന്തൊക്കെയോ ഇറങ്ങാണ്. മക്കളെ സ്നേഹിക്കാനും മക്കളെ അടുത്തേക്ക് പോകാനും ധൈര്യമില്ലെന്ന്. മക്കളെ അടുത്തേക്ക് പോയി ഇത്തിരി നേരം സംസാരിച്ചിരിക്കാൻ ധൈര്യമില്ല. എന്താണ് ഇവർ എങ്ങനെ വന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഇതിനെന്തായാലും കാണണമെന്നാണ്. അത്രയും വിഷമിച്ചാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഒരു ഭക്ഷണം കഴിക്കാതെ ഞാൻ 11 മണിക്കുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. സാറിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാറിനെ കാണുമെന്ന് വിചാരിച്ച് ഞാൻ വന്നത്, കണ്ടില്ല സാറിന്. സാർ എവിടെയൊന്നും ഞങ്ങൾ അരീക്കോടൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഞങ്ങളെ മക്കളെ സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. ഈ അമ്മയുടെ കണ്ണുനീരെന്ന് പറയുന്നത് അത് തരണം. ഞങ്ങളെ മക്കളെ സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. മക്കളെ സ്നേഹിക്കാൻ, മക്കളുടെ അടുത്തേക്ക് പോകാൻ അതിന് പോലും പേടിയാണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ ആ രീതിയിലുള്ള പേടി അത് തുടച്ചു മാറ്റണമെങ്കിൽ ഈ ലഹരി പോകണം. എങ്ങനെ വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് ധൈര്യമില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അതിന് പരിഹാരം കാണണം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളോട് എനിക്ക് അത്ര മാത്രം പറയാനുള്ളൂ. ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ ചുറ്റും നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അധികൃതരൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഈ കൈകോപ്പി നിൽക്കുന്നത് ഒരു അമ്മയാണ്. പക്ഷെ മക്കളടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ലാത്ത അവസ്ഥയാണ് കേൾക്കുന്നത്. ഓരോ ദിവസം എണീക്കുമ്പോൾ എന്താണ് നാട്ടിൽ കേൾക്കാന്ന് അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് ഇത് നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ വന്ന് നമ്മളെ നാടിനെ രക്ഷിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രക്ഷിക്കണം, ഞങ്ങളെ നാടിനെ രക്ഷിക്കണം. ഇതുപോലെയുള്ള അമ്മമാരുടെ, അതായത് മക്കളെ ഈ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അല്ലേ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അമ്മ വെള്ളം കുടിക്കും. നമ്മളെല്ലാവരും ചേർന്നത് ചെയ്യും. എല്ലാവരും ചേർന്നത് ചെയ്യും. നേരത്തെ ഇവിടെ ഒരു പ്രായമായ അമ്മ പറയുന്നുണ്ടായിരുന്നു, കുട്ടികളെ എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർ രോഷം കാണിക്കുന്നത് കാണുമ്പോൾ പേടിയാവുകയാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന്. അത് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നതിന്റെ ആ സ്വഭാവത്തിൽ മാത്രമാണ് ആ ഒരു അനുഭവമാണ് ഈ അമ്മ പറയുന്നത്. നമ്മൾ ഒരുമിച്ചാണല്ലോ നമ്മൾ നാടൊരുമിച്ചാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങൾ കടന്നു വന്ന വഴിയിൽ മുഴുവൻ ആളുകൾ എല്ലാവരും ഒരുമിച്ചാണ്. കുട്ടികളും അമ്മമാരും ഈ പ്രായമാറിയവരും എല്ലാവരും ഒന്നിച്ചാണുള്ളത്. നമുക്കിത് ഒരുമിച്ച് തന്നെ ഫേസ് ചെയ്യണം. സർക്കാരിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, നാട്ടുകാർ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെയും എല്ലാവരും ആ തരത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നാട്. ഉറപ്പായിട്ട് നമ്മൾ പറയും.
അപ്പൊ എടവണ്ണപ്പാറയിൽ നിന്ന് കുന്നമംഗലത്ത് വന്ന് ഇത് ഈ അമ്മ പറയണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. ഞങ്ങളിതിൽ ഓമശ്ശേരി വഴിയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വാർത്ത നോക്കി, അപ്പൊ ഞാൻ കാണുകയാണ് നിങ്ങൾ വരുന്നത്. അപ്പൊ അതാ ഞാൻ എടവണ്ണപ്പാറ ഉറപ്പായിട്ടും നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇതൊരു അപേക്ഷ മാത്രം സ്വീകരിക്കണം, അത്രയൊക്കെ പറഞ്ഞു. നമുക്കപ്പം ഇപ്പോൾ ലഹരി വർജന സമിതിയുടെ സെക്രട്ടറിയാണ്, പേരെന്താണ്? പേര് സംസ്ഥാന സെക്രട്ടറിയാണ്. ലഹരി നിർമ്മാർജ്ജന സമിതി, LNS എന്നാണ് അതിൻ്റെ ഷോർട്ട് നെയിം. അപ്പോൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ഒന്ന് താങ്ങി കൊടുക്കുക, ആ വെള്ളം കൊടുക്കുക, ഒന്ന് മുഖത്ത് തെളിച്ചു കൊടുക്കുക. ഒന്ന് അവിടെ സീറ്റിൽ കൊണ്ടേ കിടത്താൻ പ്രശ്നങ്ങളുള്ളവരാണ്. മക്കളുടെ പ്രശ്നമാണ് അത്. മക്കളുടെ പ്രശ്നമാണ്. ഇപ്പൊ കുട്ടികൾ എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ഫ്രസ്ട്രേറ്റഡ് ആയ കുട്ടികളെ കാരിയേഴ്സ് നമുക്ക് പറ്റി പറയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നമ്മുടെ ഇവിടെ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു എടവണ്ണപ്പാറയിൽ നിന്ന് യശോദ എന്ന അമ്മ. ആ അമ്മ ഇവിടെ വന്ന് ഈ ഒരു ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച്, ഒപ്പം മക്കളോട് സംസാരിക്കാൻ അവർക്ക് ഭയമാണ് എന്നതൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു വേവലാതി പങ്കുവയ്ക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു ഇടവേള എടുത്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നമംഗലത്താണ്. ലഹരി എന്ന വിപത്ത് എത്രത്തോളം കുടുംബങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്നു, ഒരു കുടുംബത്തിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ എത്രത്തോളം ഭയമുണ്ടായിരിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ കൂടുതൽ നന്നായി നമുക്ക് എങ്ങനെ വിവരിച്ച് നൽകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വിപത്തിനെതിരെ നമ്മൾ ഒന്നിച്ച് പൊരുതാം എന്നാണ് ആ അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് കൊടുത്തത്. അവർക്കിപ്പോൾ നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അവർക്ക് ബോധം വന്നിട്ടുമുണ്ട്. അവർ ഇത്രയും സമയമായി കാത്തു നിൽക്കുകയാണ്. ഇതൊരു കുടുംബത്തിലെ അവസ്ഥയാണ്. ഓലെ പരാതി പറയാൻ വേണ്ടിയില്ല, ഓലെ സങ്കടം, ഓലെ വിഷമം ആരോടെങ്കിലും ഒന്ന് അറിയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അതിനുവേണ്ടി ഇത്രയും സമയങ്ങളെ കാത്തുന്നത് അതുകൊണ്ടല്ല സംഭവിച്ച ഓൽക്ക് ഓരോ ബുദ്ധിമുട്ട്. ഈ ലഹരിക്കെതിരുള്ള ഈ വിപത്ത് ഈ നാടിന് ഇങ്ങനെ കാർന്ന് തിന്നത് ചെറിയ പിഞ്ചു കുട്ടികളടക്കം. ഒന്ന് കണ്ടില്ലേ, ഇപ്പോൾ ഒരു കണ്ണൂർ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് വേറൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പരിചയപ്പെട്ട ഒരു തിരുവനന്തപുരത്തുകാരനെ കൊടുത്ത് പോയി എന്നൊരു ന്യൂസ് നിങ്ങളെ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു കൊടുക്കുക. അങ്ങനെ നമ്മളെ കാർന്ന് തിന്നാണിത്. പിഞ്ചു കുഞ്ഞുങ്ങളെ ഏത് കുടുംബത്തിലുള്ളൊരവസ്ഥയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ അരുണിനൊപ്പം ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോകും. നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കണം. പോണോ? ക്ഷീണം മാറിയിട്ട് ഞാൻ പോവും. മതി, ക്ഷീണം മാറിയിട്ട് ഞാൻ പോവും. ശരി ശരി കേട്ടോ. സമാധാനം തരാന്ന് പറഞ്ഞാൽ പോലെ തരണം. എനിക്ക് തരണം, നമുക്ക് എല്ലാവർക്കും തരണം. എല്ലാ അമ്മമാരും ആണുങ്ങൾ സങ്കടപ്പെടുന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ അമ്മമാര് സങ്കടപ്പെടുന്നുണ്ട് മക്കളെ പറ്റി. അതാണ് പറയുന്നത്. പെട്ടെന്ന് നമ്മളെ നാടിങ്ങനായി, നമ്മളെ രാജ്യം ഇങ്ങനായി. ഇത് എവിടുന്നാണ് ഇത് വരുന്നത് വെച്ചെങ്കിൽ അത് നിർത്തലാക്കണം സാറേ. കേരളത്തിലെ ഓരോ അമ്മമാരുടെയും കരച്ചിലായി വിലാപമായി മാറുകയാണ്. ഈ മഹാവിപത്തിൻ്റെ വൈറസിനെ ഒഴിവാക്കിയേ മതിയാകും. അത് വിൽക്കുന്ന മനുഷ്യരെ, അതിൻ്റെ ഇടപാടുകൾ നടത്തുന്ന മനുഷ്യരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നത് ആ അമ്മയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഇന്നൊരു ഉമ്മയും നമ്മളോട് പറഞ്ഞത് വളരെ കരളലിയിപ്പിക്കുന്ന കഥയാണ്. കേരളത്തിലെ ഓരോ വീടുകളിലും നരകമുണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു തുടക്കമായി ഇത് മാറരുത്. നമ്മുടെ സ്വസ്ഥത, നമ്മളുടെ സ്വാസ്ഥ്യം ഇത് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. ഈ ചെറിയ വിപത്തല്ലത്, വലിയ വിപത്താണ്. സ്വർഗത്തെ നരകമാക്കി മാറ്റാനുള്ള കഴിവുണ്ടെന്ന്. അതിനുവേണ്ടി ഒരുമിച്ചൊറ്റക്കെട്ടായി കേരളം പടപൊരുതിയ മതിയാകൂ. ഇനി ഉമ്മമാരും അമ്മമാരും ഒന്നും ആശങ്കപ്പെടാത്ത കാലത്തേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകണം. ഒരു ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയായി മാറരുത് കേരളം എന്നുള്ളതാണ് ഈ അമ്മമാരുടെയും പ്രതീക്ഷ. തീർച്ചയായിട്ടും നമ്മുടെ നാടും സമൂഹവും ഒക്കെ ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുറച്ച് വിശ്രമിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ശരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഒന്നോ രണ്ടോ അല്ല, നിരവധി നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. ഒരുപാട് പ്രായമായ മനുഷ്യർ, അവർക്കൊക്കെ ആശങ്കയാണ്, എങ്ങനെയാണ് മക്കൾ പ്രതികരിക്കുക, അവരുടെ മക്കൾ കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്കയാണ്. മക്കളല്ല സാർ, ഭർത്താവാണ്. മക്കളെ നല്ല നിലയിൽ കിട്ടി, ഒരു ആശ്രമത്തിൽ കൊണ്ടുപോയി ചേർത്തതിനെ കൊണ്ട് ഏറ്റങ്ങൾ നല്ല നിലയിൽ വളർന്ന് പഠിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് പ്രശ്നമുണ്ടോ? ഹസ്ബൻഡാണ് പ്രശ്നം. ഹസ്ബൻഡിനെ ഞാൻ പിരിഞ്ഞിട്ട് 23 വർഷമായി.
മദ്യപാനായിരുന്നു. അടിയും പിടിയും സഹിക്കാൻ വയ്യാന്ന് ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി. ഒരാൾ BSc നേഴ്സായി, ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് ITയിൽ ഫിറ്റർ പഠിച്ചിറങ്ങി. പിന്നെ 2 പെൺകുട്ടികളും 4 മക്കളെ ഞാൻ ലോട്ടറി വിറ്റ് കഷ്ടപ്പെട്ട് ഞാൻ അങ്ങാടി കൂടി നിരങ്ങി ഞാൻ വളർത്തിയെടുത്തു. പക്ഷേ ഈ സമൂഹത്തിൽ നിന്ന് ഇത് പോയേ തീരും. എൻ്റെ മക്കളിൻ്റെ ഭർത്താവ് അല്ല, ഈ ലോകത്ത് സർവ്വ കുട്ടികളും ചെറിയ ചെറിയ കുട്ടികളടക്കം പെൺകുട്ടികളടക്കം ഇതിലേക്ക് ഇറങ്ങുകയാണ്. ഒരു നശിച്ച മരണമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ആയി, കുട്ടിച്ചോറായി. ഇത് മാറ്റിയേ പറ്റൂ. നിങ്ങളെപ്പോലുള്ളവർ ഇതേപോലെ ഇറങ്ങണം. റിപ്പോർട്ടർക്ക് 100 നന്ദിയുണ്ട്, 100 നന്ദി. നമ്മൾ ഒരുമിച്ച് തന്നെ ഇറങ്ങും. കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ യുവജനങ്ങൾ, വിദ്യാർത്ഥി സംഘടനകൾ, സാംസ്കാരിക സന്നദ്ധ മേഖലയിലെ പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിനെ സമീപിക്കാൻ പോകുന്നത്. ക്യാമ്പയിനോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാകണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിലവിലിത് നമ്മൾ തെരുവിൽ നിന്ന് തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും ഇനി നിയമസഭകളിലേക്കും ഒക്കെ എത്തണം എന്നുള്ളതാണ്. സ്മൃതി, കുറേ അമ്മമാർ പറയുന്നത് അവർക്ക് ഭയമാണ്. അവരുടെ കുഞ്ഞുങ്ങൾ തിരിച്ച് ഏത് കോലത്തിലാണ് സ്കൂളിൽ നിന്ന് വരുന്നത് എന്നത് അവർക്കറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഉപദേശിക്കാൻ ഭയക്കുന്നു. എന്തെങ്കിലും ഉപദേശിക്കുമ്പോഴേക്കും അവരുടെ സ്വഭാവം മാറുകയാണ്, അക്രമത്തിലേക്ക് തിരിയുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കണമെന്നാണ് അമ്മ പറഞ്ഞ കരയുന്നത്. അതൊരു വേദനിപ്പിക്കുന്ന കാര്യമാണ്. എനിക്കൊന്ന് കേരളത്തിലെ ഓരോ വീട്ടിലെയും അമ്മമാർ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. ആ വാക്കുകൾ കേരളത്തിനു വേണ്ടി, ഒപ്പം തന്നെ ഈ സമൂഹത്തിന് മാറ്റം ആഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുകയാണ്. മാറിയേ മതിയാകൂ, ലഹരിയും ലഹളയും വേണ്ട എന്ന ക്യാമ്പയിൻ കേരളത്തിലെ ഓരോ വീടുകളും ഏറ്റെടുക്കണം. അതിന് കുഞ്ഞുങ്ങൾക്ക് ഇടം കൊടുക്കണം. ഒരുപാട് പേര് നമുക്ക് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ തന്നെയുണ്ട്. നമ്മൾ ആ അമ്മയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏത് കോലത്തിലാണ് ആ കുട്ടികൾ തിരിച്ചു വരിക എന്ന് ഞങ്ങൾക്കറിയില്ല. ഉപദേശിക്കാൻ ഭയമാണ്. എപ്പോഴാണ് കയ്യിലൊരു ചുറ്റിക ഒരു കുട്ടിയുടെ കയ്യിൽ പ്രത്യക്ഷപ്പെടുക എന്നും ഭയന്ന് കഴിയുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ കാര്യങ്ങൾ? വളരെ ഒറ്റക്കെട്ടായിട്ട് ആളുകൾ നേരിടേണ്ടതാണ്. ഇത്തരം വിഷയത്തിനകത്ത് സജീവമായ സാന്നിധ്യവും ഇടപെടലും ഇങ്ങനെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നതെല്ലാം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തിലെ നല്ല തലമുറയെ വഴിതെറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അതിനാവശ്യമായ രൂപത്തിലുള്ള പരിസരം ഈ പ്രവർത്തനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഈ പ്രവർത്തനത്തെ അംഗീകരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നാടിലാകെ വളർന്നു വരേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നല്ലേ? സ്കൂള്, വീട്, പൊതുസമൂഹം, കളിസ്ഥലങ്ങൾ, കളിയിടങ്ങൾ, സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഒരുമിച്ചിറങ്ങേണ്ട ഒരു സമയമായി. സന്നദ്ധ സംഘടനകളും പൊതുവിദ്യാലയത്തിനും പൊതു ഇടങ്ങളിലും നിർബന്ധമായും തുടങ്ങേണ്ട ക്യാമ്പയിനാണ്. പക്ഷേ ക്യാമ്പയിൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പയിന് എതിരായിട്ടൊരു വിഭാഗം വരുന്നു എന്നത് പുതിയ തലമുറ കടന്നു വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയതാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള വരവ് കർശനമായ നിയന്ത്രണ സംവിധാനത്തിലേക്ക് പോകണം. കേരളത്തിലെ പോലീസ് നല്ല നിലയിൽ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പുതിയ ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതീവ ദുഃഖകരമാണ്, തടസ്സപ്പെടുത്തേണ്ടതാണ്. ഈ ക്യാമ്പയിൻ നല്ലതാണ്. ഒരു ആളെ പിടികൂടിയത് 2 പാക്കറ്റ് MDMA-യുമായിട്ടാണ്. അയാളത് വിഴുങ്ങി ഉള്ളിൽ ചെന്നു, പൊട്ടി, അയാൾ മരിച്ചു. വളരെ കേരളത്തിൻ്റെ ഒരു ഇതിന് തന്നെ ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ള സംഭവമാണ്. ഒരു MDMA ഒക്കെ പിടിക്കപ്പെടുകയും അത് വിഴുങ്ങുകയും ചെയ്യാൻ എത്ര ഗ്രാം ഉണ്ടെന്നും കൂടി അറിയാതെയാണ് അത് വിഴുങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നത്. ആ ആൾ മരണപ്പെടുകയും ചെയ്തതാണ്. എന്തുമാത്രം ദുഃഖകരമാണ് സംഭവം എന്നുള്ളത്. ഇതൊക്കെ ശരിക്കും റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്ത ഈ ഒരു ദൗത്യം ജനങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ഒരു വലിയ ക്യാമ്പയിനാണ് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തത്. അത് തുടങ്ങി വെച്ചു എന്ന് ഇത് നമ്മളെ കൊണ്ട് വിജയിപ്പിക്കാൻ കഴിയില്ല ഒറ്റയ്ക്ക്. കാരണം ഇതൊരു പൊതുസമൂഹത്തിന് തുടക്കം കുറിക്കണം. ഈ വാർത്തകൾ കൊടുക്കാനും നമുക്ക് എത്ര കാലം ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും, എത്രമേലും ആളുകളെ കാണാൻ കഴിയും. ഓരോ മനുഷ്യരും ഏറ്റെടുക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ. റിപ്പോർട്ടർ TV ചാനൽ തുടങ്ങി എന്നുള്ളത് ശ്ലാഘനീയമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പൊതുപ്രസ്ഥാനം CPIM-ഉം DYFI ഉൾപ്പെടെയുള്ള പുരോഗമന യോജന പ്രസ്ഥാനങ്ങളും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ശക്തിമത്തായി കേരളത്തിൽ ഉടനീളം ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് റിപ്പോർട്ടർ TVയുടെ കൂടെ സപ്പോർട്ടും സാറിനുണ്ടാകണം. തീർച്ചയായിട്ടും എല്ലാ സംഘടനകൾക്കും ഇന്ന് യൂത്ത് ലീഗിൻ്റെ മാർച്ചുണ്ട്. അതേപോലെ ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന DYFIയുടെ പരിപാടിയുണ്ട്. എല്ലാ സംഘടനകളും അതിനോടൊപ്പം നിൽക്കുന്നു. കായിക താരമുണ്ട്. ഒരു കളിയിടങ്ങളോട് ലഹരി അല്ലേ? ലഹരി അതിനോട് മാസ്റ്റേഴ്സ് അത്ലറ്റ് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചിരുന്നു. കൂടുതൽ കുട്ടികൾ കളിയിടങ്ങളിലേക്ക് വരണം അല്ലേ? ലഹരി ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് നിങ്ങൾ ചെയ്ത ഈ പരിപാടി ഏറ്റവും സാഹസമായ പരിപാടിയാണ്. നല്ല ഒരു ക്യാമ്പയിനാണ് നിങ്ങൾ നൽകിയത്. പെൺകുട്ടികളുണ്ട് നമ്മുടെ കൂടെ കുറച്ച് സംസാരിക്കാൻ. ലഹരി നിർമ്മാർജ്ജന സമിതി സംഘടന എൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സുബൈർ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടുകാർ വേണ്ടത്ര കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പോൾ ഇത് സ്വന്തം വീട്ടിലൊരു അനുഭവമായി മാറിയപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ലഹരി വസ്തുക്കളെ പറ്റിയിട്ടാണ്. കാന്താലയമായി മാറുന്നു. അത് ലഹരി എല്ലാത്തിനെയും ലഹരിയായിട്ട് എല്ലാവരും കാണുന്നില്ല, നമ്മുടെ ഭരണകൂടം കാണുന്നില്ല എന്നുള്ളത് പ്രശ്നമുണ്ട്. കാരണം മദ്യം ലഹരി അല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്.
ഈ MDMA ആണ് ഏറ്റവും ഭയാനകം എന്ന് പറയുന്നത്. പിന്നെ വിദ്യാർത്ഥികളൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നു. ഇന്ന് മദ്യം സുലഭമായി കിട്ടുന്നുണ്ട്. മദ്യത്തിലും സിഗരറ്റിലും തുടങ്ങി അതെല്ലാം തന്നെ ഒരു ലഹരിയാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് യുവതലമുറയ്ക്ക് പറയാനുള്ളത് കൂടെ കേൾക്കണം. ഇന്ന് വനിതാ ദിനമാണ്, അവർക്ക് പറയാനുള്ളത് കൂടെ കേൾക്കണം. എന്താണ് നിങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്? നമ്മുടെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ലഹരിയല്ല, ലഹളയും വേണ്ട ക്യാമ്പയിൻ റിപ്പോർട്ട് വെച്ചാണ്ട് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ വനിതാ ദിനത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഈ കുഞ്ഞു കുട്ടി മുതൽ ഇപ്പോൾ ചോക്ലേറ്റിൽ ലഹരി കൊടുക്കുന്നില്ല, അത് ഈ കുട്ടി പോലും അറിയുന്നില്ല. അതുപോലെ തന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടിൽ മദ്യം കഴിച്ചിട്ട് ലഹള അടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരത് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അച്ഛൻ എന്ന് കുടിച്ചിട്ടാണ് വരുക എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നത്തെ ഒരു ജനറേഷൻ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് ആൾക്കാർ, ഇത്രയും എല്ലാ തരത്തിലുള്ള ക്യാമ്പയിനുകളും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും എന്തിനത് യൂസ് ചെയ്ത് ഇത്രയും നാശത്തിലേക്ക് നമ്മളെ ഒരു ജനറേഷനെ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഏറ്റവും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ 4 വയസ്സുള്ള കുഞ്ഞു മുതൽ 72 വയസ്സ് വരെയുള്ള എൻ്റെ അച്ഛൻ വരെയുണ്ട്. അപ്പം ഏത് ജനറേഷനായാലും അത് നശിക്കുകയാണ് ഈ സാധനം ഉപയോഗിക്കുന്നവരുടെ. ഇപ്പം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലേക്ക് ഞാൻ പ്രസംഗം കേട്ടു. ഈ ഫുട്ബോളിനെ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പുസ്തകം വായിച്ചും എല്ലാത്തിനെയും ലഹരിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ സാധനം മാക്സിമം ഉപയോഗിക്കരുത്. അത് എവിടെ നിന്നാണോ അതിൻ്റെ ഒരു ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് ഇപ്പം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും അതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് അതെങ്ങനെയെങ്കിലും കിട്ടാണ്ടിരിക്കാനുള്ള അത് എവിടെ നിന്നാണോ അത് കിട്ടുന്നത്, അത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്, നാട്ടുകാരുടെ സൈഡിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു പൂർണ്ണമായിട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു. നമുക്ക് അടുത്ത ആളുടെ കൂടെ അറിയാം. എന്താണ് പറയുക? ലഹരി ഒഴിവാക്കണം. എന്തായാലും നമുക്ക് പുതുതലമുറയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യാത്ര ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഹരിയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഞങ്ങൾ രണ്ടാളും മെഡിക്കൽ ഫീൽഡാണ് ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ പേരെ മാനസികമായിട്ട് ഇതാക്കിയിട്ടും ടെസ്റ്റ് ചെയ്യാനൊക്കെ കുറേ പേരെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്ടൊക്കെ കുറേ യാത്ര ചെയ്യുക, കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റുക, ലഹരിയെ ജീവിതമാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാരവാഹി കൂടി നമുക്കൊപ്പമുണ്ട്. നമുക്കിതിനെ മാറ്റിയേ മതിയാകൂ, മുറിച്ചു മാറ്റിയേ മതിയാകൂ. ഒരു അർബുദം. ഈ ലഹരിക്കെതിരെ നമ്മൾ പോരാടുമ്പോൾ ലഹരിക്കെതിരെയുള്ള അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സാഹചര്യങ്ങളെയും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ ഇപ്പോൾ പരസ്പരം യുവാക്കൾ സംസാരിക്കൽ കുറവാണ്, സംസാരിക്കാനുള്ള ഇടങ്ങളില്ല. അവർ പലപ്പോഴും ഓരോരുത്തരും അവരവരിലേക്ക് ചുരുങ്ങുന്നു. ആ ചുരുങ്ങുമ്പോൾ അവർക്ക് അവരുടെ പ്രയാസങ്ങൾ പറയാൻ ആളില്ല. അപ്പോൾ അവരുടെ ഒരു ഹരം കണ്ടെത്തുമ്പോൾ അവർ സ്വയം ആഹ്ലാദിക്കുകയും ഹരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ സിഎമ്മൊക്കെ പറഞ്ഞ പോലെ ഒരു പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക്, അവിടെ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക് ജീവിതം കഴിഞ്ഞു. അതാണ് ഒടുവിൽ ശവപ്പെട്ടിയിലേക്ക് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടുകൾ ഇത്രമാത്രം നരകയാതനകൾ അനുഭവിക്കുന്ന ആശങ്കയുള്ള കേന്ദ്രങ്ങളായി മാറുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് യുവജനങ്ങൾ പ്രതികരിക്കാൻ വരുന്നത്, രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കാൻ വരുന്നത്, സന്നദ്ധ സംഘടനയിൽപ്പെട്ടവർ പ്രതികരിക്കാൻ വരുന്നത്. റിപ്പോർട്ടർ TV തുടങ്ങി വെച്ചു എന്നതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരെ ഒരിക്കൽ കൂടി ഒന്ന് തൊടാൻ, ഒന്ന് ഉണർന്നിപ്പിക്കാൻ, ഒന്ന് ഉണർത്താൻ നമ്മൾ ശ്രമിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഉണരേണ്ടത് ജനവും സമൂഹവും കുടുംബവും വീടുമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വർഗത്തെ നരകമാക്കി മാറ്റാൻ ഈ ചെകുത്താൻ വിചാരിച്ചാൽ നടക്കും, ഈ വിപത്ത് വിചാരിച്ചാൽ നടക്കും. ലഹരി, ആ ലഹരിയെ പൂർണ്ണമായും കൈയൊഴിയും. ഈ ലഹരി ആയിട്ടുള്ള കേസിൽ നമ്മൾ മാറ്റം വരുത്തണം. നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്തിയാലേ ഉള്ളൂ, എന്നാലേ ഉള്ളൂ ആളുകൾ കണ്ണു തുറക്കും. ചെറിയ ഗ്രാമമൊക്കെ പിടിച്ച് വിട്ട് വീണ്ടും അവരതേ കച്ചവടം ചെയ്യുന്നു. ഇപ്പം താമരശ്ശേരിയിൽ ഒരു ടീച്ചർ പറയുണ്ടായി അറേബ്യയിലെ നിയമം കൊണ്ടുവരണമെന്ന്. അതുപോലെയുള്ള അറേബ്യയിലൊക്കെ ഇങ്ങനെ മയക്കുമരുന്നുകളൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ തല വെട്ടലും കൈ വെട്ടലും ഒക്കെ തന്നെ അതേപോലെ വരണം. ജീവിതം തന്നെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന സബ്ജക്റ്റുമായി ആശയം മുമ്പോട്ട് ഉയർത്തിപ്പിടിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ വിഷയം സംസ്ഥാനം ഒന്നടക്കം ഏറ്റെടുക്കൂ. ഒരു സംശയമില്ല, റിപ്പോർട്ടർ ചാനൽ ഈ വിഷയമായി ഇറങ്ങിയതിന് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ സമൂഹത്തിന് ഇത് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഇന്ന് ഈ സംസ്ഥാനത്തെ
കാർന്ന് തിന്നുന്ന ഒരു വിഷയമായി ലഹരി മുമ്പോട്ട് പോകുന്നുണ്ട്. ഒട്ടനവധി കുട്ടികളുടെ ഭാവി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ഒരു പരിധി വെച്ച് നിർത്തരുത്. നമുക്ക് മുമ്പ് ലക്ഷ്യം കണ്ടെത്തും വരെ ഒരുമിച്ച് പോകണം. എന്താ മോൻ്റെ പേര്? ആണോ? സ്കൂളിലൊക്കെ ആൾക്കാർ ഈ ചോക്ലേറ്റ് ലഹരി മിഠായിയൊക്കെ കൊണ്ടുവന്നാൽ എന്ത് പറയും? വേണ്ടാന്ന് പറയില്ലേ? അത് പറഞ്ഞ ആളെ കുറിച്ച് വീട്ടിൽ പറഞ്ഞു കൊടുക്കില്ലേ? ടീച്ചറോട് പറഞ്ഞു കൊടുക്കില്ലേ? ഓക്കെ, അപ്പൊ പറഞ്ഞാട്ടെ, ലഹരിയും വേണ്ട ലഹളയും വേണ്ട. പറയൂ. ലഹരിയും വേണ്ട ലഹളയും വേണ്ട. ആ ക്യാമറയെ നോക്കി പറയൂ. ലഹരിയും വേണ്ട ലഹളയും വേണ്ട. ലഹരിയും വേണ്ട ലഹളയും വേണ്ട. അപ്പോൾ നന്ദി, കുന്ദമംഗലത്തിന് നന്ദി. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ യാത്ര തുടരുന്നു. അപ്പോൾ കാണാം സർ, എന്തോ പ്രതികരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇതിൻ്റെ പ്രധാന കാരണം കുറേ കേസുകൾ എടുക്കുന്നുണ്ടെങ്കിലും അത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഫൈൻ അടയ്ക്കുക. ഇന്ന് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന മെഗാ അദാലത്തിൻ്റെ അവസാനത്തെ ദിവസം എന്നാണ് ഈ 2-ാം ശനി മാർച്ച് 8. അങ്ങനെ 3-4 ദിവസം അദാലത്തിൽ ഒന്നിച്ച് ഫൈൻ അടയ്ക്കാനുള്ള ഒരു ദിവസം നിശ്ചയിക്കുന്നുണ്ട്. ഇന്നാണ് അവസാനിക്കുന്നത്. ഈ കുന്നമംഗലം കോടതിയിൽ ഒട്ടനവധി ഡ്രഗ്സിൽ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾ 10,000, 20,000, 30,000 അടയ്ക്കേണ്ട ആളുകൾ നേർപകുതി വഴി അടച്ചിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അടുത്ത അദാലത്തിലാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ കുറ്റകൃത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ കുറ്റകൃത്യം തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ നിയമ ഭേദഗതി മാറണം, ശിക്ഷാ ക്രമീകരണങ്ങൾ. അടുത്ത അദാലത്തിനാണ് അവർ ഫൈൻ അടയ്ക്കുന്നത്. അവർക്ക് അങ്ങനത്തെ സംരക്ഷണം കിട്ടുന്നുണ്ട്. ആ സംരക്ഷണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇതിൻ്റെ നമ്മൾ കാർഗിൽ കാരണക്കാരായ പാകിസ്ഥാനിൽ പോയി തകർത്ത പോലെ അതിൻ്റെ മൂലസ്ഥാനത്ത് പോയി തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളവും പിന്നെ ഇന്ത്യയും തകരും. കേരളം ഒരു പഞ്ചാബ് പോലെ ഒരു ഡ്രഗ് ക്യാപിറ്റലായി മാറരുത് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ യാത്ര തുടരുകയാണ്. താങ്ക് യു കുന്നമംഗലം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി ഇന്നത്തെ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കണം. അതേപോലെ മറ്റു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി വരാനിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ കൂടി നോക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ യാത്ര തുടരുന്നു. നമ്മളിനി കോഴിക്കോട് ബീച്ചിലേക്കാണ് നമ്മുടെ യാത്ര. ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളുടെ തലക്കെട്ടുകൾ വന്നിട്ടുണ്ടാവും. നമുക്ക് തലക്കെട്ടുകൾ കൂടി ഒന്ന് വളരെ വേഗം നോക്കി വരാവുന്നതാണ്. ഒരമ്മയ്ക്ക് കൂടി കാണണം. ഓക്കെ, വരാം. വരൂ അമ്മ. സാറേ, മോൻ വല്ലാതെ മദ്യപാനിയാണ്. മോനോ? എത്ര വയസ്സുണ്ട്? മോന് 38 വയസ്സായി. 38 വയസ്സ്. എത്ര വയസ്സിൽ തുടങ്ങാൻ കുറച്ച് മുന്നേ തുടങ്ങിയതാ. എന്നിട്ട് ഞാൻ 2-3 പ്രാവശ്യം നിർത്തിച്ച്. എങ്ങനെ നിർത്തിച്ചു? പിന്നെ ഹോസ്പിറ്റലിൽ കടത്തിയിട്ട് നിർത്തിച്ച്. ഡീഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി, അല്ലെ? ആശുപത്രി കൊണ്ടുപോയി നിർത്തിച്ചു. പിന്നെയും തുടങ്ങിയോ? വീണ്ടും തുടങ്ങി. വീട്ടിൽ വന്നാൽ ബഹളം ഉണ്ടാക്കും. ഭയങ്കര കച്ചറയാ. അമ്മയ്ക്ക് പേടിയുണ്ടോ? സ്വന്തം മകനാണ്. വിവാഹം കഴിച്ചിട്ടുണ്ടോ? 2 കുട്ടി. ഭാര്യയോട് എങ്ങനെയാണ്? ഭാര്യനോട് എതിർപ്പാ. എല്ലാരോടും എതിർപ്പ്. ഓളോളെ വീട്ടിലാ. അടുത്ത മദ്യപാനാണ്. ജോലി ചെയ്യാൻ പോകുന്നുണ്ടോ? ജോലിക്കൊക്കെ പോകും. ഇയാള് മദ്യപാനം അല്ലാതെ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ വീട്ടിൽ വന്നാൽ വയലന്റ് ആവുമോ? ഇല്ല, വയലന്റ് ആവും. ദേഷ്യപ്പെടുവോ? ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റാന്ന് അറിയില്ല. നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാലോ? എവിടെയാ സ്ഥലം? ആയാലോ. അതെവിടെയാ? ഇവിടെ ഇല്ല, ഇപ്പം തലശ്ശേരിയാ. തലശ്ശേരിയാ. പക്ഷെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ബഹളമാണ്. വീട്ടിലിപ്പം വരലില്ല, 1 മാസം കഴിഞ്ഞിട്ടാ വരിക. എത്ര കുട്ടികളാ അമ്മയ്ക്ക്? എനിക്ക് 3 ആള്. ഒരാണും. ഇത് മൂത്ത ആണും 3 പെണ്ണും. മൂത്ത കുട്ടി അല്ല, മൂത്ത മോളാ. 2 ആൺകുട്ടികളാ. രണ്ടുപേരും മദ്യപിക്കോ? ഇല്ല. ഇയാൾ മാത്രം? മറ്റോ കുടിക്കും, കമ്പനി കൂടി. അമ്മയുടെ സങ്കടങ്ങളിൽ ഒന്ന് ഈ മകന്റെ മദ്യപാന. നല്ല ഓവർ കുടി തന്നെയാ. പറഞ്ഞിട്ട് കേൾക്കുന്നു. ഇല്ല. കുട്ടിക്കാലത്ത് തുടങ്ങിയതാണോ? ചെറുപ്പകാലത്ത്? ഇല്ല, ഒരു 10, 18, 20 വയസ്സാകുമ്പോൾ തുടങ്ങിയാ. ഇതാണ് ഒരു അമ്മയുടെ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് അമ്മമാരുടെ വിഷമങ്ങളിൽ ഒന്നാണിത്. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വിമുക്തി കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകാം, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഞങ്ങളൊന്ന് ബന്ധപ്പെടാം തിരിച്ച്. ഇതേതാ സ്ഥലം? ഏതാ? ആയാലോ. ശരി അമ്മ, താങ്ക് യു. ഇത്തരം പ്രതികരണങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ 1-2 അല്ല, മാറുന്ന കേരളത്തിൻ്റെ ചിത്രം എന്ന നിലയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അമ്മമാർ അവരുടെ ഹൃദയത്തിൽ തട്ടിയാണ് പ്രതികരിക്കുന്നത്. ഈ ഒരു ക്യാമ്പയിൻ വരുമ്പോൾ ആ ക്യാമ്പയിനിൽ അവർ വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ തെല്ലൊരാശ്വാസം കിട്ടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉടനടി ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ല, പക്ഷേ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാവണം ഇത്. ഓരോ വീടുകളിലും അവർക്കിത് അനുഭവപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. ആ വേദനയും ആ ഞെട്ടലും നമ്മളെല്ലാം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഒരമ്മ നമ്മളോട് പറയുന്നു, ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ തിരിച്ചു വരും സ്കൂളിൽ നിന്ന് എന്നത് ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ.
സ്കൂളിൽ എന്താണ് ഇവർക്ക് കിട്ടുന്നത്, അവരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് എന്താണ് ഇവർ വാങ്ങിക്കൊണ്ടുവരുന്നത്, നമ്മളറിയാതെ എന്തെങ്കിലും ശീലങ്ങൾ ഇവർ പെട്ടുപോകുന്നുണ്ടോ തുടങ്ങിയ വലിയ വലിയ ചോദ്യങ്ങൾ നമ്മുടെ അമ്മമാർ ചോദിക്കുന്നു. ഉത്തരങ്ങളില്ലാതെ നമ്മൾ പകച്ചു നിൽക്കുകയല്ല വേണ്ടത്. പകരം നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ ഈ വേരിൻ്റെ ഈ കണ്ണിയുടെ എല്ലാ ബന്ധങ്ങളെയും നമുക്ക് മുറിച്ചെറിയാൻ പറ്റണം. ദുബായിൽ ഇന്ത്യ ഇറങ്ങുന്നത് 3ാം കിരീടം ലക്ഷ്യമിട്ട. റിപ്പോർട്ടർ വാർ അഗൻസ്റ്റ് ഡ്രഗ്സ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, ലഹരിക്കെതിരെ സന്ധിയില്ല യുദ്ധം. മഹാവാഹന റാലി ഇപ്പോൾ കുന്നമംഗലത്ത് നിന്ന് തത്സമയം. റിപ്പോർട്ടർ വാർ അഗൻസ്റ്റ് ഡ്രഗ്സ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, നമ്മളുടെ മഹാറാലി തുടരുകയാണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഉമ്മയ്ക്ക് നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ നമസ്കാരം. റാബിയ എന്നാണ് പേര്, ലക്ഷദ്വീപാണ്. ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വരണം എന്ന് തോന്നി. ഞാനിവിടെ കുന്നമംഗലത്തെ താമസിക്കുന്നു, അങ്ങനെ വന്നതാണ്. ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഇത്തരം മയക്കുമരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല, മദ്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മദ്യം ലക്ഷദ്വീപിലെ പല ദ്വീപുകളിലേക്കും എത്തിത്തുടങ്ങി. അതുപോലെ തന്നെ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, IAS ഫാക്കൽറ്റിയാണ്, റൈറ്ററാണ്. അപ്പോൾ ദ്വീപിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പലരും ഇത്തരം ഇതിൽ പെടാറുണ്ട്. ഇവിടെ വന്ന് നശിച്ച് തിരിച്ചു പോകുന്നു എന്നാണ്. കുട്ടികൾ ഒരുപാടുണ്ട്. എന്നോട് തന്നെ പാരൻസ് പറഞ്ഞ കേസുണ്ട്, ഡി അഡിക്ഷൻ സെൻ്ററിലുള്ള കേസൊക്കെ അറിയാം. നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്? എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കൂടുതൽ പേര്, ഇപ്പോൾ ഞാൻ 10 വർഷം സ്കൂളിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊന്നും സ്മോക്ക് ചെയ്താൽ പോലും പാരൻസിനെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് പറയുന്ന ഒത്തിരി രക്ഷിതാക്കളുണ്ട്, കുട്ടികളെ നിർത്തിയിട്ട്. അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചിട്ടാണെങ്കിലും അത് തിരുത്താനുള്ള നടപടികൾ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഈ ചെറിയതെന്നാണ് എന്ത് ചെയ്യുന്നത് വലുതിലേക്ക് കുട്ടികളെത്തുന്നത്. ഇപ്പോൾ ദ്വീപിലെ ഒരു കണ്ടീഷൻ വെച്ച് ഇവിടെ വരുമ്പോൾ കുറേ കൂടി ഫ്രീഡമാണ്. അപ്പോൾ നാട്ടുകാരൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുടുംബ സംഗമത്തിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വർഷം മുൻപ് എന്നെ ഒരു ഫാമിലി വിളിച്ചത്, വലിയൊരു ഫാമിലിയാണ്, 100 above മെമ്പേഴ്സ് ഉണ്ട്. അവരെന്നോട് എനിക്ക് തന്ന ടോപ്പിക്ക് ഡ്രഗ്സിനെ കുറിച്ചായിരുന്നു. ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, തുടങ്ങാം. ക്യാച്ച് ദം യങ് എന്നാണ്, കുട്ടിക്കാലം മുതൽ തുടങ്ങുക, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. തീർച്ചയായിട്ടും ഉമ്മ, താങ്ക് യു റാബിയ. അല്ലേ, അവർ എന്താ പറയുക, നേരിട്ട് കാണാൻ പറ്റിയതിൽ ഞാൻ എന്ത് വുമൻസ് ഡേ ആണ് ഞാൻ ലൈഫിൽ ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. എന്ന് വെച്ചാൽ ജീവിതത്തിൽ 18ാമത്തെ വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നിട്ട് 2 വർഷം ടോട്ടൽ ബ്ലൈൻഡ് ലൈഫായിരുന്നു. അതിനുശേഷം ഈ ജീവിതം തിരിച്ചു പിടിച്ചതാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ, ഒരുപാട് ദൂരം നടക്കട്ടെ. എന്താ പറയുക, 6 ഇൻ്റർനാഷണൽ അവാർഡ്, 8 നാഷണൽ അവാർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ബുക്കിലൊക്കെ എഴുതി. മറ്റേ ഒരിക്കൽ ദ്വീപിൽ നിന്ന് ആക്സിഡൻ്റ് ആയിട്ട് ഈ കൈ തളർന്നു പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും ദ്വീപിലെ കണ്ടീഷൻ അറിയാമല്ലോ, കപ്പൽ കിട്ടി ഇവിടെ എത്തുമ്പോൾ ലൈറ്റായി കൈ തളർന്നു. അപ്പോൾ ആ തളർന്ന കൈ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ ലൈഫ് സ്റ്റോറി, കാരണം 18ാമത്തെ വയസ്സിൽ കാഴ്ച പോയി, ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് വരുന്ന മനുഷ്യരാണല്ലേ. താങ്ക് യു റബിമ, താങ്ക് യു ഒരുപാട് സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ